തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ ആണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധ സമരം. ഏതാണ്ട് ചെറിയ സംഘർഷത്തിലേക്കാണെങ്കിലും പോയത്. അവിടെ പോലീസുമായിട്ട് തർക്കിച്ച് നിൽക്കുകയാണ് പ്രവർത്തകർ. ചന്തു ചന്ദ്രശേഖർ അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. ചന്തു, വിശദാംശങ്ങൾ എന്താണ്? എപ്പോഴാണ് തുടങ്ങിയത്? എന്താണ് ഇപ്പോൾ നടക്കുന്നത്? സനീഷ്, അല്പസമയം മുൻപാണ് രാജ്ഭവനിലേക്ക് SFI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. ഇപ്പോൾ SFI പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് രാജ്ഭവന്റെ ആ ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനമായും ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു SFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നത്. പോലീസിന്റെ വലിയൊരു വിന്യാസം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് SFI വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. ശക്തമായ ബാരിക്കേഡ് സംവിധാനവും സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തകർ വന്ന പാടെ തന്നെ ഈ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് കടന്നു. പോലീസ് ഇപ്പോൾ അവരെ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോവാതെ മുദ്രാവാക്യം വിളിയുമായി സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ്. പോലീസ് 3 തവണ ഇപ്പോൾ ഇതിനകം തന്നെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാലും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. വലിയ പ്രതിഷേധം തന്നെയാണ് SFIയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രധാനമായും സർവകലാശാല ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ രജിസ്ട്രാർക്കെതിരായ നടപടി എന്നതാണ് SFI ആരോപിക്കുന്നത്. അത്തരത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഭാരതാംബ ചിത്രവുമായി ഗവർണർ സർവകലാശാല സെനറ്റ് ഹാളിനുള്ളിൽ പരിപാടിയിൽ പങ്കെടുക്കുകയും അതിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിൽ നേരത്തെ SFI പ്രതിഷേധം നടത്തിയിരുന്നു. അതിനുശേഷം ഗവർണർക്കെതിരെ വലിയ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ SFI തീരുമാനിച്ചിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ രജിസ്ട്രാറെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു നടപടി ഉണ്ടാകുന്നു. അതിനെതിരെ ചന്തു, ഞാൻ തിരിച്ചു വരാം.